സോഷ്യോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സോടുകൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ എന്ന 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 4th ചാപ്റ്റർ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ, സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന 4ാമത്തെ പാഠഭാഗമാണ്. എന്താണ് കൾച്ചർ, അതുപോലെ തന്നെ എന്താണ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം, സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്താണ്? സംസ്കാരം എന്നുള്ളത് സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദമാണ്. വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന. അപ്പോൾ നമുക്ക് പറയാം, ദി ടേം കൾച്ചർ ഹാസ് ഡിഫറെൻറ്റ് മീനിങ്സ്. വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ഒരു പദമാണ് സംസ്കാരം എന്നുള്ളത്. എന്തായാലും നമുക്ക് സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സോഷ്യോളജിസ്റ്റ് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നത് ഓരോ സമൂഹത്തിൻ്റെയും ജീവിത രീതി, അതിൻ്റെ പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. കൾച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്സ്, ഒരു പൊതുവായ ധാരണക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത്. ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ സംസ്കാരത്തെ വീക്ഷിക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളുമായി നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പൊതുവായ ധാരണ. ഈ ധാരണയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനാണ് കൾച്ചർ, സംസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാലോ സമൂഹത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എപ്പോഴാണ് ഒരാൾ നല്ലവനാവുന്നത്, എപ്പോഴാണ് ഒരാൾ മോശക്കാരനാവുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് സോഷ്യലൈസേഷൻ. ഈ സംസ്കാരത്തെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ. ജീവിതത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഈ സംസ്കാരം, ഈ ജീവിത രീതി നമ്മൾ ആർജിച്ചെടുക്കുന്ന ഈ ഒരു പ്രക്രിയക്കാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജനിക്കുന്ന സമയത്ത് ഒന്നും അറിയില്ല, പിന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഈ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്തായാലും നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഈ എന്താണ് സംസ്കാരം, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്താണ് സോഷ്യലൈസേഷൻ, സോഷ്യലൈസേഷനെ സഹായിക്കുന്ന വ്യത്യസ്തമായ ഏജൻസീസ്, നമ്മളെ സാമൂഹ്യവൽക്കരണത്തിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ കൾച്ചേഴ്സ് ആർ നോട്ട് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. സംസ്കാരങ്ങൾ എന്നുള്ളത് പൂർണ്ണമായ ഒന്നല്ല, ഓൾവേസ് ചേഞ്ചിങ്, എപ്പോഴും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സംസ്കാരം എന്നുള്ളത്. മാറ്റം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി മാറ്റം സംഭവിക്കുക എന്നുള്ളതല്ല. സം എലമെൻറ്റ്സ് ആർ ആഡഡ്, അതേസമയം സം ആർ ഡിലീറ്റഡ്. ചില കാര്യങ്ങൾ നമ്മുടെ സംസ്കാരങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു, ചിലത് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സംസ്കാരം എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ സമൂഹത്തിൽ മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ മുമ്പ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിലില്ല. അതേസമയം മുമ്പില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ സംസ്കാരത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സംസ്കാരം എന്നുള്ളത് എന്താണ്, ഓൾവേസ് ചേഞ്ചിങ് ആണ്, മാറ്റം സംഭവിക്കുന്ന ഒന്നാണ്, അതല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ഡൈവേഴ്സ് സെറ്റിംഗ്സ് ആൻഡ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഭിന്ന പശ്ചാത്തലങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ. ജനങ്ങൾ ജീവിക്കുന്ന വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾക്കനുസരിച്ച് അവരുടെ സംസ്കാരവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, എല്ലാ ജനങ്ങളും ഒരേ രൂപത്തിലുള്ള ദേശങ്ങളിൽ താമസിക്കുന്നവരല്ല. ഹ്യൂമൻ ബീയിങ്സ് ലിവ് ഇൻ ഡിഫറെൻറ്റ് നാച്ചുറൽ സെറ്റിംഗ്സ് ലൈക്ക് മൗണ്ടെയ്ൻസ്, പ്ലെയിൻസ്, ഫോറസ്റ്റ്, ഡിസേർട്സ്, റിവർ ബാങ്ക്സ്, ഐലൻഡ്സ് ആൻഡ് മെയിൻലാൻഡ്സ്. ജനങ്ങൾ
കുന്നുകൾ, സമതലങ്ങൾ, വനങ്ങൾ, മരുഭൂമികൾ, നദീതടങ്ങൾ, വൻകരകൾ എന്നിങ്ങനെ വ്യത്യസ്തമായ പ്രകൃതി പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ജനങ്ങൾ ഓൾസോ ലിവ് ഇൻ വില്ലേജസ്, ടൗൺസ് ആൻഡ് സിറ്റീസ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജനങ്ങൾ ജീവിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പ്രകൃതി പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സംസ്കാരങ്ങളിലും വ്യത്യാസം നിലനിൽക്കുന്നു. ഇൻ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് പീപ്പിൾ അഡാപ്റ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ടു കോപ്പ് വിത്ത് ദി നാച്ചുറൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ്. വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ പ്രകൃതിയുമായും അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരുന്നതിന് വ്യത്യസ്തമായ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നു. ദിസ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ലൈഫ് ആൻഡ് കൾച്ചേഴ്സ്. വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ ജനങ്ങൾ അവിടുത്തെ സാഹചര്യവുമായി ഇണങ്ങിച്ചേരുന്നതിന് വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ഇത് വ്യത്യസ്തമായ ജീവിത രീതിയും സംസ്കാരങ്ങളും ആവിർഭവിക്കുന്നതിന് കാരണമാകുന്നു. കൾച്ചേഴ്സ് കനോട്ട് ബി റാങ്ക്ഡ്. വ്യത്യസ്തമായ സംസ്കാരങ്ങൾക്കിടയിൽ പദവി നിർണ്ണയിക്കാൻ കഴിയില്ല. ഹാവിങ് ആക്സസ് ടു മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി does not make modern cultures superior to the tribal cultures. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം കൈവശമുള്ളതുകൊണ്ട് മാത്രം ആധുനിക സംസ്കാരങ്ങൾ, ഇന്നത്തെ മോഡേൺ കൾച്ചർ പ്രിമിറ്റീവ് കൾച്ചർ, പ്രാകൃത അതായത് ഗോത്ര സംസ്കാരങ്ങളെക്കാൾ മികച്ചതാണെന്ന് പറയാൻ കഴിയില്ല. ദി ഡിസാസ്റ്റർ സുനാമി ഓഫ് 26 December 2004 showed us the differences in adjusting to the environment by human beings. 2004 സുനാമി മനുഷ്യർ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതികളിലുള്ള വ്യത്യാസം കാണിച്ചു തരുന്നു. ഇവിടെ പീപ്പിൾ who lived in mainlands and islands were leading a modern way of life. വൻകരകളിലും ദ്വീപുകളിലും താമസിച്ചിരുന്ന ജനങ്ങൾ ആധുനിക ജീവിതം നയിക്കുന്നവരായിരുന്നു. They were technologically advanced. ഈ വൻകരകളിലും ദ്വീപുകളിലും താമസിക്കുന്നവർ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അറിയുന്നവരുമായിരുന്നു. എന്നിട്ടും സുനാമിയുടെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ അറിയാനോ സാധിച്ചില്ല. അങ്ങനെ thousands of them lost their lives and property. വൻകരകളിലും ദ്വീപുകളിലും താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളും സ്വത്തും ജീവനും നഷ്ടമായി. അതേസമയം സം പ്രിമിറ്റീവ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ലിവിംഗ് ഇൻ ദി ഐലൻഡ്സ് ഓഫ് ഓംഗസ്, ജരാവസ്, ഗ്രേറ്റ് ആൻഡമാൻസ്, ഷോംബെൻസ് who know nothing about science and technology. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും അറിയാത്ത ഓൺഗസ്, ജറാവസ്, ഗ്രേറ്റ് ആൻഡമാൻസ്, ഷാംബെൻസ് എന്നീ ദ്വീപുകളിൽ താമസിച്ചിരുന്ന പ്രാകൃത സമുദായങ്ങൾ ഈ സുനാമിയെ അവരുടെ അനുഭവജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുകയും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി തിരമാലകളുടെ ആക്രമണങ്ങളിൽ നിന്നും അവർ രക്ഷ നേടുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈവശമുള്ളത് കൊണ്ട് മാത്രം ആധുനിക സംസ്കാരങ്ങൾ മികച്ചതാവുന്നില്ല എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൾച്ചേഴ്സ് കനോട്ട് ബി റാങ്ക്ഡ്. സംസ്കാരങ്ങൾക്കിടയിൽ പദവി നിർണ്ണയിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡിഫൈനിങ് കൾച്ചർ, സംസ്കാരത്തെ നിർവചിക്കൽ. സോഷ്യോളജിസ്റ്റ് ഡിഫൈൻ കൾച്ചർ ആസ് എ വേ ഓഫ് ലൈഫ് ഇൻ വിച്ച് ഓൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി പാർട്ടിസിപ്പേറ്റ്. സമൂഹശാസ്ത്രജ്ഞന്മാർ സംസ്കാരത്തെ നിർവചിക്കുന്നത് സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു ജീവിത രീതി എന്നതാണ്. അതായത് ടോട്ടൽ വേ ഓഫ് ലൈഫ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത രീതി. ഇതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. സോഷ്യോളജിസ്റ്റ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഈച്ച് സൊസൈറ്റി ഡെവലപ്സ് ഇറ്റ്സ് ഓൺ കൾച്ചർ. ഏതൊരു സംസ്കാരവും ഓരോ സമൂഹവും അതിൻ്റേതായ ഒരു സംസ്കാരത്തെ വികസിപ്പിക്കുന്നുണ്ടെന്ന് സോഷ്യോളജിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രിട്ടീഷ് സ്കോളർ എഡ്വേർഡ് ടൈലർ ഡിഫൈൻസ് കൾച്ചർ. Culture or civilization, taken in its wide ethnographic sense, is that complex whole which includes knowledge, belief, art,
morals, law, customs, and any other capabilities and habits acquired by men as a member of society. എഡ്വേർഡ് ടൈലർ സംസ്കാരത്തെ നിർവചിക്കുന്നത് സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ച വിജ്ഞാനം, വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകത്തുക, അതാണ് സംസ്കാരം എന്നതാണ് എഡ്വേർഡ് ടൈലർ സംസ്കാരത്തെക്കുറിച്ച് നൽകിയ നിർവചനം. There are different definitions about culture. സംസ്കാരത്തെക്കുറിച്ച് വ്യത്യസ്തമായ നിർവചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് ആൽഫ്രഡ് ക്രോബർ ആൻഡ് ക്ലൈഡ് ഗ്ലുക്കോഫോൺ കണ്ടക്റ്റഡ് എ കോംപ്രിഹെൻസീവ് സ്റ്റഡി അബൌട്ട് കൾച്ചർ. അമേരിക്കൻ നരവംശാസ്ത്രജ്ഞന്മാരായ ആൽഫ്രഡ് ക്രോബർ ആൻഡ് ക്ലൈഡ് ഗ്ലുക്കോഫോൺ എന്നിവർ ചേർന്ന് സംസ്കാരത്തെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി. ദി ബുക്ക് they published, Culture, a critical review of concepts and definitions in 1952, consists various definitions of culture. 1952 അവർ പ്രസിദ്ധീകരിച്ച കൾച്ചർ എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് കൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻ എന്ന ഗ്രന്ഥത്തിൽ സംസ്കാരത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സംസ്കാരം എന്നാൽ എ വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിലീവിങ്, ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ ഒരു രീതി. അതുപോലെ തന്നെ മറ്റൊരു നിർവചനമാണ് ദി ടോട്ടൽ വേ ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ, ഒരു ജനതയുടെ മൊത്തം ജീവിത രീതി. അതുപോലെ തന്നെ അവർ നൽകിയ മറ്റൊരു നിർവചനമാണ് ആൻ അബ്സ്ട്രാക്ഷൻ ഫ്രം ബിഹേവിയർ, പെരുമാറ്റത്തിൽ നിന്നുള്ള ഒരു അമൂർത്തീകരണമാണ് കൾച്ചർ, സംസ്കാരം എന്നത്. മറ്റൊരു നിർവചനമാണ് ലേൺഡ് ബിഹേവിയർ, അഭ്യസിച്ച പെരുമാറ്റം. ഒരു സമൂഹം അതല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ അഭ്യസിച്ച പെരുമാറ്റ രീതിക്കാണ് സംസ്കാരം എന്ന് പറയുന്നത്. അനദർ ഡെഫിനിഷൻ ഓൺ കൾച്ചർ, ദി സോഷ്യൽ ലെഗസി ദി ഇൻഡിവിജ്വൽ അക്വയർസ് ഫ്രം ഹിസ് ഗ്രൂപ്പ്, വ്യക്തി തൻ്റെ ഗണത്തിൽ നിന്ന് ആർജിക്കുന്ന സാമൂഹ്യ പൈതൃകത്തിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ സംസ്കാരത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ നിർവചനങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നു. എന്തായാലും അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ്, കൾച്ചർ മീൻസ് ടോട്ടൽ വേ ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത രീതിക്കാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കൾച്ചർ, എന്താണ് സംസ്കാരം, അതുപോലെ തന്നെ വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് കൾച്ചർ, സംസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ നിർവചനങ്ങൾ ചർച്ച ചെയ്തു. ഇവിടെ നമ്മൾ പറഞ്ഞു സംസ്കാരം എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊന്നാണ് ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ സംസ്കാരവും എന്തായിരിക്കും, വ്യത്യസ്തമായതായിരിക്കും. എല്ലാ സമൂഹങ്ങളുടെയും സംസ്കാരം ഒരേ രൂപത്തിലാണോ? അല്ല. വ്യത്യസ്തമായ സമൂഹങ്ങളിൽ, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ സംസ്കാരവും എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടതായിരിക്കും. അതിന് നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡിമെൻഷൻസ് ഓഫ് കൾച്ചർ, സംസ്കാരത്തിൻ്റെ മാനങ്ങളെക്കുറിച്ചാണ്.